അലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. രമ്യയുടെ ആക്റ്റീവയ്ക്ക് പിന്നിലിരിക്കുമ്പോൾ അവൾ ഡേ കെയറിനെക്കുറിച്ചും അവിടുത്തെ കുട്ടികളെക്കുറിച്ചുമൊക്കെ വായത്തോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു ദേവിയോട്. എന്നാൽ അതിലൊന്നും മനസ്സുറപ്പിക്കാൻ ദേവിക്ക് കഴിഞ്ഞില്ല. ഇടവഴികൾ താണ്ടി വണ്ടി നേരെ വലിയൊരു ഗേറ്റിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. ആയ ഗേറ്റ് തുറക്കുന്നു കൊടുത്തപ്പോൾ രമ്യ ആക്റ്റീവ അകത്തേക്ക് വെച്ചു. രമ്യയ്ക്ക് പിന്നാലെ ദേവിയും ഇറങ്ങി. പുറത്തു നിൽക്കുമ്പോൾ തന്നെ കേൾക്കാൻ കഴിഞ്ഞു അകത്തെ കുഞ്ഞുങ്ങളുടെ കലപില ശബ്ദം. അത് കേട്ടപ്പോൾ ദേവിക്ക് ശരീരം തളർന്നു. അമ്പൂട്ടൻ്റെ കളിച്ചിരിയും കൊഞ്ചലും അവൾക്ക് ഓർമ്മ വന്നു. ഇല്ല രമ്യേ, എനിക്ക് പറ്റില്ല. എൻ്റെ പൊന്നുമോൻ. നെഞ്ചത്ത് കൈവച്ച് തളർന്ന് ഡേ കെയറിലെ ബെഞ്ചിലിരുന്നു ദേവി. പെട്ടെന്ന് പന്ത് പോലെ എന്തോ ഒന്നുരുണ്ട് വന്ന് അവളുടെ മടിയിൽ കയറി ഇരിപ്പായി. ആൻറ്റി, മോനെ പിച്ചില്ല. ഏ ഹേ ഹേ, കൈകൊട്ടി പറഞ്ഞു. ഒരു കുഞ്ഞ് അവളെ അമർത്തിപ്പിടിച്ചു. ദേവിയുടെ ശരീരം കോരി തരിച്ചു. അവൾ മടിയിലിരുന്ന കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് അവൻ അവളുടെ മുഖം കാണുന്നത്. ആൻറ്റി എന്തിനാ കരഞ്ഞേ? കൊഞ്ചി കൊഞ്ചി ചോദിച്ചു കുഞ്ഞ്. കരയണ്ട കേട്ടോ, മോൻ ആൻറ്റിയുടെ കൂടെ കളിച്ചാം. അവളുടെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് നടന്നു. അവിടെ ആകെ 10-15 കുട്ടികളുണ്ടായിരുന്നു. പൂമ്പാറ്റകളെപ്പോലെ പാറിപ്പറന്ന് നടക്കുന്ന കുഞ്ഞുങ്ങൾ. അവളുടെ സാരത്തുമ്പിൽ പിടിച്ച് വലിക്കുന്ന കുഞ്ഞു പെണ്ണിനെ അവൾ നോക്കി നിന്നു. ഉമ്മ, എത്തോ എത്തോ. ഇപ്പോൾ വീഴുമെന്ന മട്ടിലാണ് കുഞ്ഞിൻ്റെ നിൽപ്പ്. എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. 10-11 മാസമാകും. അവൾ വേഗം കുഞ്ഞിനെ വാരിയെടുത്തു. അവളുടെ നെഞ്ചിൽ ചാരി കിടന്നു കുഞ്ഞു പെണ്ണ്. ആഹാ, ഇന്ന് കുറുമ്പിക്ക് ആളെ കിട്ടിയല്ലോ. ഇവിടുത്തെ ഏറ്റവും അടിച്ചിയാണ്. എപ്പോഴും ആരെങ്കിലും എടുക്കണം. രമ്യ ചിരിയോടെ പറഞ്ഞു. ഇവളുടെ ഒപ്പം ഇരിക്കുമ്പോൾ നിനക്കെല്ലാം റിലാക്സേഷനാകും ദേവി. അവൾ കുഞ്ഞുമായി അടുത്തുള്ള കസേരയിലിരുന്നു. അപ്പോഴേക്കും അവൾക്ക് ചുറ്റി കുട്ടിപ്പട്ടാളം നിരന്നു നിന്നു. എന്നെ എത്തോ. അമ്മ മടി ഇച്ചണം. ഓരോരുത്തരായി അവളുടെ മടിയിലിരിക്കാൻ വഴക്കായി. എന്തുകൊണ്ടോ മനസ്സിൽ വല്ലാത്ത തണുപ്പ് നിറയുന്നത് അവൾ അറിയുകയായിരുന്നു. ആ അന്തരീക്ഷം അതുവരെ മൂടിക്കെട്ടിയിരുന്ന കാർമേഘം അകറ്റി മാറ്റി. ദേവിയുടെ മുഖം അവിടെയുള്ള കുഞ്ഞുങ്ങളിൽ ഓരോരുത്തരിലും തൻ്റെ അമ്മൂമ്മനെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. നീ ഇങ്ങനെ പഠിത്തത്തിൽ ഒരു ശ്രദ്ധയും ഇല്ലാതിരുന്നാൽ എങ്ങനെ അമ്മു? ദത്തൻ അമ്മുവിനെയും കൂട്ടി പുറത്തേക്ക് വന്നതായിരുന്നു. എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ദത്തേട്ടാ. വല്ലാത്തൊരു ശൂന്യതയാണ്. വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ പോലും തോന്നാറില്ല. ആരും പരസ്പരം ഒന്നും സംസാരിക്കാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കുന്ന വീട്. മുൻപൊന്നും ഇങ്ങനെയല്ലായിരുന്നു. ഏട്ടനും ഏട്ടത്തിയും മോനുമായിരുന്നു ഞങ്ങളുടെ ലോകം, ഞങ്ങളുടെ വീടിൻ്റെ വിളക്ക്. അതൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. ഒരാഴ്ചയായി ഭവാനിയമ്മയ്ക്ക് സുഖമില്ല. BP കൂടുതലായി കുഴഞ്ഞു വീണു. ഇപ്പോൾ 2 ദിവസമായി ICUവിലാണ്. കുഴപ്പമൊന്നുമില്ലെന്ന് കരുതി ആദ്യം ആരെയും അറിയിച്ചില്ല. പക്ഷെ പിന്നീടാണ് ഡോക്ടർ സത്യം പറഞ്ഞത്. ഭവാനിയമ്മയുടെ ഒരു വശം തളർന്നു പോയി. പരസഹായമില്ലാതെ അവർക്ക് കുറച്ച് നാളത്തേക്ക് എഴുന്നേറ്റിരിക്കാൻ ഒന്നും കഴിയില്ലെന്ന്. കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഒരു കൈയെങ്കിലും അനക്കാൻ കഴിയുകയുള്ളൂ. ഹരിയും അമ്മുവും ആ വാർത്ത കേട്ട് ഞെട്ടിപ്പോയി. ദിവാകരന് വല്ലാത്ത വേദന തോന്നി കൂടപ്പുറപ്പിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ. മകൻ്റെ മരണം അവരെ എത്രമാത്രം വിളിച്ചിട്ടുണ്ടെന്ന് സംഭവങ്ങളിലൂടെ എല്ലാവരും കടന്നുപോയി. ഒരാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ഭവാനിയമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് ദേവിയെ പോലും വിവരമറിയിച്ചത്. വിവരമറിഞ്ഞ ഉടനെ തന്നെ സിദ്ധുവിൻ്റെ വീട്ടിൽ നിന്ന് അവൾ വരാനായി പുറപ്പെട്ടു. ഇപ്പോൾ നീ അവിടേക്ക് പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ മോളെ? മടിച്ചാണ് സച്ചു അത് ചോദിച്ചത്. വേണ ഏട്ടാ, അമ്മയ്ക്ക് ദേവേട്ടനോടുള്ള ഇഷ്ടത്തോളം എത്രത്തോളമാണെന്ന് എനിക്ക് നന്നായി അറിയാം. ഹരിക്ക് രാവിലെ ഓഫീസിൽ പോകണം. അമ്മുവിനാണെങ്കിൽ കോളേജിൽ പോകാതിരിക്കാനും പറ്റില്ല. അമ്മാവനെ കൊണ്ട് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കഴിയില്ല. ഈ അവസ്ഥയിൽ അവിടെ അമ്മയെ നോക്കാൻ ഞാൻ പോകണം. അതെൻ്റെ കടമയാണ്. ദേവേട്ടനും മോനും മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അതുകൊണ്ട് അമ്മയ്ക്ക് ഭേദമാകുന്നത് വരെയെങ്കിലും കുറച്ച് ദിവസം എനിക്ക് അവിടെ ചെന്ന് നിൽക്കണം. ഏട്ടനൊരു ഉപകാരം ചെയ്യാമോ? എന്നെ ഒന്ന് അതുവരെ കൊണ്ടുവിടാമോ? മോളെ, ഹരിയോടൊന്ന് വിളിച്ച് ചോദിച്ചതിന് ശേഷം പോയാൽ പോരെ? ഹരിക്കിനി ദേവി ചെല്ലുന്നത് ഇഷ്ടമാകുമോ എന്നായിരുന്നു സച്ചുവിൻ്റെ സംശയം മുഴുവനും.
വേണ്ട ഏട്ടാ, അത് വേണ്ട. എനിക്ക് ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയാണ് അമ്മ ഹോസ്പിറ്റലിലായി എന്ന വിവരം പോലും ഹരി വിളിച്ച് പറയാത്തത്. അതുകൊണ്ട് അവനെ വിളിച്ച് ചോദിക്കേണ്ട, ഏട്ടൻ എന്നെ അമ്മയുടെ അടുത്തൊന്ന് ആക്കി തന്നാൽ മതി. വീണ്ടും ആ പടി കടന്നകത്തേക്ക് പോകുമ്പോൾ ദേവിയുടെ മനസ്സ് വല്ലാതെ പിടഞ്ഞുപോയി. പക്ഷേ എങ്കിൽ പോലും വേദന കടിച്ചമർത്തി അവൾ ആ വീട്ടിലേക്ക് കയറി. ഓർമ്മകൾ ചുറ്റും പാറി പറന്നുകൊണ്ടിരുന്നുവെങ്കിലും എല്ലാം നിയന്ത്രിച്ചു കൊണ്ടവൾ അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു അമ്മയെ താങ്ങി ചാരിയിരുത്തി കഞ്ഞി കോരിക്കൊടുക്കുന്ന അമ്മാവനെ. അന്ന് കണ്ടതിനേക്കാൾ പകുതിയായി പോയി അമ്മ. കയ്യിലിരുന്ന ബാഗ് നിലത്തേക്ക് വെച്ചിട്ട് അവൾ വേഗം അമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഒന്ന് വയ്യാതായപ്പോൾ പോലും വിളിച്ചറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അന്യയായി പോയോ അമ്മേ? ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ അത് എന്നേക്കുമായിട്ടുള്ള പോക്കായിരുന്നുവെന്ന് കരുതിയോ? എൻ്റെ ദേവേട്ടൻ്റെ അമ്മയല്ലേ? അമ്മ സങ്കടപ്പെടുന്നത് കണ്ടാൽ എൻ്റെ ദേവേട്ടൻ അത് സഹിക്കാൻ കഴിയില്ല. അമ്മയ്ക്ക് ഭേദമാകുന്നത് വരെ ഇവിടെ നിൽക്കാനുള്ള അനുമതി അമ്മ എനിക്ക് തരണം. അവർ വലത് കൈ ഉയർത്തി അവളുടെ കവിളിൽ തലോടി. ആ കാഴ്ച കണ്ടപ്പോൾ അമ്മാവനും സന്തോഷമായി. വൈകുന്നേരം ഹരി വരുമ്പോൾ ഉമ്മറത്ത് ലൈറ്റും നിലവിളക്കും കൊളുത്തി വെച്ചിട്ടുണ്ട്. കുറേ നാളിന് ശേഷമുള്ള ആ കാഴ്ച കണ്ടപ്പോൾ അവൻ്റെ മനസ്സിലും തണുപ്പ് വന്ന് നിറഞ്ഞു. മുറ്റത്തേക്ക് നോക്കുമ്പോൾ കണ്ടു ഏട്ടൻ്റെയും അമ്പുമ്മയുടെയും കുഴിമാടത്തിൽ വിളക്ക് വെച്ച് വരുന്ന ഏട്ടത്തിയെ. ഒരു വേള ആ കാഴ്ച കണ്ടപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഹരിയെ കണ്ട ഉടനെ തന്നെ ദേവി അവൻ്റെ അടുത്തേക്ക് വന്നു. നീ പേടിക്കേണ്ട ഹരി, അമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞ് വന്നതാണ്. അമ്മയ്ക്ക് ഓക്കെ ആകുമ്പോൾ ഞാൻ പോയേക്കാം. അവൻ്റെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ അവൾക്ക് അത്രയും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ഏട്ടത്തി അവനെയും കടന്നു പോകുന്നവളെ വേദനയോടെ വിളിച്ചു. ഏട്ടത്തി, എനിക്കോ ഈ വീടിനോ ബാധ്യതയല്ല. ഈ സങ്കടം കാണാൻ വയ്യാഞ്ഞിട്ടാണ്. ഞങ്ങളുടെ ഏട്ടൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഏട്ടത്തി. അമ്മയുടെ സ്ഥാനം അത് ഞാൻ തന്നിട്ടുണ്ട്. മരിക്കുവോളം അത് അങ്ങനെയായിരിക്കും. അമ്മുവും അവിടേക്ക് വന്നു. എനിക്കറിയാം ഹരി, ഏട്ടത്തിക്ക് പരിഭവമില്ല. ഏട്ടനും മോനും പോയെന്ന് കരുതി എന്നെ ഇവിടുത്തെ ആരുമല്ലാതാക്കരുത്. അതെനിക്ക് സഹിക്കില്ല. നീയും അമ്മുവും അമ്മയും ഒന്നുമില്ലാതെ ഏട്ടത്തിക്ക് പറ്റില്ല. പതിയെ ഞാൻ മാറാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് സഹിക്കാൻ വയ്യാതാകുമ്പോൾ ഇങ്ങനെ ഇടവും വലവും നിന്ന് ഏട്ടത്തിയെ ചേർത്ത് പിടിച്ചാൽ മതി. അതോടെ ഞാൻ ഓക്കെ ആയിക്കോളും. രണ്ടുപേരും അവളെ ചേർത്ത് പിടിച്ചു. സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഊഷ്മളമായ സ്നേഹം. ഇങ്ങനെ നിന്നാൽ പോരാ, വന്നേ. ഞാൻ ചായക്ക് കഴിക്കാൻ അട ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രഷായി വാ, ഞാൻ എടുത്തു വയ്ക്കാം. അമ്മുവും ഹരിയും പരസ്പരം നോക്കി. ഞാനാണ് ഏട്ടാ വിളിച്ച് പറഞ്ഞത് അമ്മയ്ക്ക് വയ്യാഞ്ഞത്. കേട്ട ഉടനെ സിദ്ധുവേട്ടൻ കൊണ്ടുവന്നു. അമ്മയും ഏട്ടത്തിയെ കണ്ടപ്പോൾ ഒരുപാട് കരഞ്ഞു. ഏട്ടത്തിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. രാത്രിയിൽ അമ്മയ്ക്കുള്ള ആഹാരം ദേവി റൂമിൽ കൊണ്ടു കൊടുത്തു. അവൾ അടുത്തിരുന്ന് വിളമ്പി. എത്ര നാളിന് ശേഷമാണ് നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ അല്പം ആഹാരം കഴിക്കുന്നത്? ദേവി അതിനെ ചിരിച്ചതേ ഉള്ളൂ. കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്ന് പറയുന്നത് ശരിയാണല്ലേ മോളെ? നീ ഇപ്പോൾ കുറേയൊക്കെ പുതിയ രീതിയുമായി പൊരുത്തപ്പെട്ടല്ലേ? ഭവാനിയമ്മ വല്ലായ്മയോടെ അവളോട് ചോദിച്ചു. അമ്മയ്ക്ക് അങ്ങനെ തോന്നിയോ? ഈ ജീവിതത്തിൽ ഇനിയും കെട്ടിയാടാൻ വേഷം ഒരുപാടുണ്ടമ്മേ. എല്ലാവർക്കും മുന്നിൽ സന്തോഷം അഭിനയിക്കാൻ ഞാൻ പഠിച്ചു. പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് പോയി. അവളുടെ നെഞ്ചു പുകയുന്നത് അവരറിഞ്ഞു. എത്ര നാളായി എന്നറിയുമോ ഇതുപോലെ ചിരിച്ച മുഖവുമായി എല്ലാവരും ഈ ഊണ് മേശക്കരികിൽ വന്നിരുന്നിട്ട്? അവൾക്കൊരു വല്ലായ്മ എന്നറിഞ്ഞപ്പോൾ നീ വന്നല്ലോ. അമ്മാവൻ പറയുമ്പോൾ ഹരിയും അമ്മുവും അത് ശരിയെ വെച്ചു. രാത്രി കഴിക്കാനുള്ള ഗുളിക ഭവാനിയമ്മയ്ക്ക് എടുത്തു കൊടുക്കുമ്പോൾ അമ്മേ, ഞാൻ ഞങ്ങളുടെ റൂമിൽ കിടന്നോട്ടെ. നേർത്തു പോയിരുന്നു അവളുടെ ഒച്ച. അവരവളെ കൈപിടിച്ചടുത്തിരുത്തി. ആ മുറി നിങ്ങളുടേതാണ്. അവിടെ കിടക്കാൻ എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ രാത്രി ഒരുപാട് ഉറക്കമിളക്കരുത്. നേരത്തെ കിടന്നേക്കണം. ചിലപ്പോഴെല്ലാം ഓർമ്മകൾക്ക് വേദനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയും. ഒരുപാട് വേദനിപ്പിച്ചതല്ലേ, ഇനി മതി, ഭവാനിയമ്മ പറഞ്ഞു. മുറി തുറന്നകത്തേക്ക് കയറുമ്പോൾ ദേവൻ്റെയും അമ്പുമോൻ്റെയും മണം അവളെ വന്ന് പൊതിയുന്നത് പോലെ തോന്നി. കതക് ചേർത്തടച്ച് ആ ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ച് ദേവി ബെഡിലേക്കിരുന്നു. തലയിണയിൽ മുഖം ചേർത്ത് വെച്ചു. ദേവേട്ടാ, എൻ്റെ ദേവേട്ടാ, നമ്മുടെ മോനും ദേവേട്ടനും ദേവിയെ മറന്നോ? അമ്പുമോൻ്റെ കുഞ്ഞുടുപ്പ് നെഞ്ചോട് ചേർത്ത് വെച്ചു ദേവി. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ ചേർത്തടച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണ് തടിച്ചു വീർത്തിരിക്കുന്നു.
കുളിച്ച് വേഷം മാറി നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ അമ്മുവിനെ കണ്ട് അതിശയം തോന്നി. രാവിലെ ചായയുമായി ചെന്നാൽ മാത്രമേ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുള്ളൂ. അങ്ങനെയുള്ള പെണ്ണാണ് ഇത്രയും രാവിലെ അടുക്കളയിൽ കയറിയത്. ആഹാ, ഏട്ടത്തി അന്തം വിടണ്ട. ഞാനിപ്പോൾ രാവിലെ എണീക്കും, അടുക്കളയിൽ കയറും. ഫ്ലാസ്കിൽ നിന്നും ഒരു ഗ്ലാസ് ചായ ഒഴിച്ച് അവളുടെ കയ്യിലേക്ക് കൊടുത്തു അമ്മു. ഏട്ടത്തി ഇടുന്ന ചായയുടെ അത്ര നന്നാവില്ല, എന്നാലും എൻ്റെ സ്നേഹമുണ്ടതിൽ. ഞങ്ങളുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കുമ്പോഴും ആ മനസ്സ് നീറുന്നതറിയാം. ഞങ്ങൾക്കറിയില്ലേ ഞങ്ങളുടെ ഏട്ടത്തിയെ. പറഞ്ഞുകൊണ്ട് മാറിലേക്ക് ചാഞ്ഞു അമ്മു. രണ്ടുപേരും ഏറെ നേരം കെട്ടിപ്പിടിച്ചു നിന്നു. ഹരി എല്ലാം കണ്ടും കേട്ടുമാണ് അവിടെ നിന്നത്. അവർ കാണുന്നതിന് മുമ്പേ തന്നെ അവൻ അടുക്കള ഭാഗത്തു നിന്നും മാറി. ഹരി പോകാൻ ഇറങ്ങുമ്പോൾ ദേവി അടുത്തേക്ക് വന്നു. ഞാൻ ഇന്ന് പോകും ഹരി. അമ്മയ്ക്കിപ്പോൾ കുറവായല്ലോ. ഉച്ച കഴിയുമ്പോൾ സച്ചുവേട്ടൻ വരും. അപ്പോൾ ഞാൻ ഇറങ്ങും. കുറേ ദിവസമായില്ലേ വന്നിട്ട്. പെട്ടെന്ന് ദേവി പോകുന്നു എന്ന് കേട്ടപ്പോൾ ഹരിക്ക് സങ്കടം തോന്നി. ഇനി എപ്പോഴായി ഏട്ടത്തി ഇങ്ങോട്ട് വരാമല്ലോ എപ്പോഴും. പിന്നെ അമ്മുവിൻ്റെ കാര്യം ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ട. അതെത്രയും പെട്ടെന്ന് നടത്തണം. ഏട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പോക്കുവരവിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വിടാം. ഒന്നിനും ഒരു കുറവ് വയ്ക്കേണ്ട. അല്ല ഏട്ടത്തി പെട്ടെന്ന്. എനിക്കറിയാം നിന്നെക്കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടില്ലെന്ന്. അവൾ കയ്യിലിരുന്ന പാസ്ബുക്ക് ഹരിയെ ഏൽപ്പിച്ചു. ഇത് ഏട്ടൻ്റെ സമ്പാദ്യമാണ്. നോമിനി ഞാനാണ്. എപ്പോൾ വേണമെങ്കിലും ഒപ്പിട്ട് കാശ് വിഡ്രോ ചെയ്യാം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. എല്ലാം ഏട്ടൻ കരുതിയിരുന്നു. അമ്മയും അമ്മാവനും അമ്മുവും അവൾ പറയുന്നത് കേട്ട് നിന്നു. എനിക്കിതൊന്നും വേണ്ട, അത് ഏട്ടത്തിയുടേതാണ്. അമ്മു മുന്നോട്ട് വന്നു. ഇല്ല അമ്മു, അതെല്ലാം നിനക്കും ഹരിക്കും മാത്രമുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ദേവേട്ടനും അമ്പുമോനുമായിരുന്നു. അത് പോയില്ലേ. എന്നിട്ടും എനിക്ക് നിങ്ങൾ തരുന്ന സ്ഥാനം അത് മാത്രം മതി. മോളെ ദേവി. നെഞ്ചു തകർന്ന പോലെ ഭവാനിയമ്മ നിലവിളിച്ചു. അവൾ അവരുടെ മാറിൽ ചാഞ്ഞു. ഇതുപോലെ ചേർത്ത് പിടിച്ചാൽ മതി അമ്മേ. ഇടയ്ക്കൊക്കെ എനിക്ക് അത്രയും മതി. ആരും എന്നെ മറക്കാതിരുന്നാൽ മാത്രം മതി. അടുത്ത ആഴ്ച ഞാൻ വരും. ദേവേട്ടൻ്റെയും മോൻ്റെയും ആണ്ടാണ്. ബലിയിട്ട് കർമ്മം ചെയ്ത് വിടണം. എത്ര വേഗത്തിൽ കടന്നുപോയി ഒരു വർഷം അല്ലേ അമ്മേ. അവർ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. രമ്യ വരാൻ ലേറ്റാകും തോറും ദേവിക്ക് അസ്വസ്ഥത കൂടി വന്നു. എൻ്റെ മോളെ, നീ ഇവിടെ വന്നിരിക്ക്. അവളിപ്പോൾ വരുമല്ലോ. അമ്മ പുറകെ വിളിക്കുന്നുണ്ട്. സാരമില്ലമ്മേ, ഞാനിവിടെ നിൽക്കാം. വീണ്ടും റോഡിലേക്ക് കണ്ണു നട്ട് നിന്നു ദേവി. വാസുവേട്ടാ, ഇപ്പോൾ അവൾക്ക് നല്ല മാറ്റമുണ്ടല്ലേ. ആ നഴ്സറിയിലെ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ അവളുടെ സങ്കടങ്ങളൊക്കെ കുറയുന്നുണ്ട്. ഇത്രയും പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴേക്കും രമ്യയുടെ ആക്റ്റീവ ഗേറ്റ് കടന്ന് മുന്നിലെത്തി. ഇറങ്ങാട്ടോ അമ്മേ, കൊച്ചുകുട്ടികളെപ്പോലെ പറഞ്ഞുകൊണ്ട് അവൾ രമ്യയുടെ പിന്നിൽ കയറി. നഴ്സറി അടുക്കും തോറും പ്രിയപ്പെട്ടത് കയ്യിൽ കിട്ടാൻ പോകുന്ന കുട്ടിയുടെ മനസ്സായിരുന്നു ദേവിക്ക്. ഗേറ്റിനകത്തേക്ക് സ്കൂട്ടർ നിർത്തുമ്പോൾ അവൾ വേഗം ഇറങ്ങി. അവളെ കണ്ട ഉടനെ കുറുമ്പന്മാരും കുറുമ്പത്തികളും അവൾക്ക് പിന്നാലെയായി. അമ്മ, അമ്മ, ടീച്ചർ, അങ്ങനെ ഓരോരോ വിളിപ്പേരുമായി ഓരോരുത്തരും. എല്ലാ പേരെയും നോക്കി പുഞ്ചിരിച്ച് ബാഗ് മാറ്റിവെച്ച് അടുത്തുള്ള കസേരയിലിരുന്നു ദേവി. അപ്പോഴേക്കും എല്ലാവരും ചുറ്റിലും എത്തി. ഇപ്പോൾ അവളാണ് അവരുടെ ലോകം. എടി രമ്യേ, പുതുതായി ജോയിൻ ചെയ്ത കുട്ടി, നീയല്ലേ പറഞ്ഞേ ഞാനില്ലാത്തപ്പോൾ ഒരു കുഞ്ഞ് ന്യൂ അഡ്മിഷൻ എടുത്തെന്ന്? എവിടെ? പുതിയ കുട്ടിയെ കാണാനുള്ള ഉത്സാഹത്തിൽ ദേവി രമ്യയോട് ചോദിച്ചു. എടി, ഞാൻ പറഞ്ഞത് സത്യമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി നീ ഇല്ലായിരുന്നല്ലോ. ആ കൊച്ചി ഇന്നലെ വരെ വന്നിരുന്നു. ഇന്നിനി വരാൻ സമയമാകുന്നതേ ഉള്ളൂ. വൈകുന്നേരം ദേവി എത്തുമ്പോൾ ഭവാനിയമ്മ ഉമ്മറത്തിരിപ്പുണ്ട്. മുണ്ടും നേരിയതുമാണ് വേഷം. കണ്ണിന് ചുറ്റും വട്ടത്തിൽ കറുത്ത പാട്. എപ്പോഴും സിന്ദൂര ചോപ്പാർന്ന് നെറ്റി ഒഴിഞ്ഞു കിടപ്പാണ്. കഴുത്തിൽ 4 പോരൊരു മാല. 2 കൈയിലും കനം കുറഞ്ഞ ഓരോ വളകൾ. കാതിൽ പൊട്ടുപോലെ 2 കമ്മൽ. മൂക്കുത്തി ദേവൻ മരിച്ച സമയത്ത് ഊരി മാറ്റാൻ നോക്കിയതാണ് അവൾ. ആരെല്ലാമോ ചേർന്ന് അത് തടഞ്ഞു. ദേവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അവളുടെ മൂക്കുത്തി. ദേവിയെ നോക്കുമ്പോൾ ഭവാനിയമ്മയുടെ നെഞ്ച് പിടഞ്ഞു പോയി. അമ്മ ഇതെന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ദേവി വന്ന് മുന്നിൽ നിന്നപ്പോൾ അവർ ആലോചനകൾ നിർത്തി. ഒന്നുമില്ല മോളെ. എവിടെ അമ്മാവൻ? അമ്മാവനും ഹരിയും കൂടി അമ്പലത്തിൽ നിന്നും കൊടുത്ത ചാർത്ത് വാങ്ങാൻ പോയിരിക്കുകയാണ്.
വൈകുന്നേരം ദേവി എത്തുമ്പോൾ ഭവാനിയമ്മ ഉമ്മറത്തിരിപ്പുണ്ട്. മുണ്ട് നേരിയതുമായിരുന്നു അവളുടെ വേഷം. കണ്ണിന് ചുറ്റും വട്ടത്തിൽ കറുത്ത പാട്. എപ്പോഴും സിന്ദൂര ചുവപ്പാർന്ന് നെറ്റി ഒഴിഞ്ഞു കിടപ്പാണ്. കഴുത്തിൽ നാരുപോലൊരു മാല. 2 കൈയിലും കനം കുറഞ്ഞ ഓരോ വളകൾ. കാതിൽ പൊട്ടുപോലെ 2 കമ്മൽ. മൂക്കുത്തി ദേവൻ മരിച്ച സമയത്ത് ഊരിമാറ്റാൻ നോക്കിയതാണ് അവൾ. ആരെല്ലാമോ ചേർന്നത് തടഞ്ഞു. ദേവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു അവളുടെ മൂക്കുത്തി. അമ്മ ഇതെന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? ദേവി വന്ന് മുന്നിൽ നിന്നപ്പോഴാണ് അവർ ആലോചനകൾ വിട്ടുണർന്നത്. ഒന്നുമില്ല മോളെ. എവിടെ അമ്മാവൻ? അമ്മാവനും ഹരിയും കൂടി അമ്പലത്തിൽ നിന്നും കൊടുത്ത ചാർത്തനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുകയാണ്. നമുക്ക് വെളുപ്പിന് പോകണ്ടേ? അവർ ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ചാരുകസേരയിലേക്ക് ചാരിയിരുന്നു. തൻ്റെ മകനും പേരക്കുട്ടിയും നഷ്ടപ്പെട്ടിട്ട് നാളെ ഒരാണ്ട് തികയുകയാണ്. ആ ഓർമ്മയിൽ അവരുടെ കണ്ണ് നനഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള പ്രസരിപ്പും സന്തോഷവും ഇന്ന് ദേവിയുടെ മുഖത്ത് കണ്ടില്ല. അതിൻ്റെ കാരണമറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും ചോദിച്ചു ബുദ്ധിമുട്ടിച്ചതുമില്ല ആരും. എനിക്കൊന്ന് കിടക്കണം അമ്മേ. വല്ലാത്ത തളർച്ച. ഞാൻ അല്പം കിടന്നോട്ടെ. എന്തിനാ ദേവി അങ്ങനെ ഒരു ചോദ്യം? നീ പോയി അല്പനേരം കിടക്ക്. അവരെല്ലാവരും വരുമ്പോൾ ഞാൻ വിളിക്കാം. ദേവി ബാഗുമായി അവരുടെ മുറിയിലെത്തി. അന്ന് പോയപ്പോൾ എങ്ങനെയായിരുന്നോ അതുപോലെ ഇട്ടിരിക്കുന്നു. അവളെല്ലാം ഒന്നും കൂടി അടുക്കിയും പെറുക്കിയും വെച്ചു. രാത്രിയിൽ ഹരിയും അമ്മുവും കഴിക്കാൻ വന്ന് വിളിച്ചെങ്കിലും എന്തുകൊണ്ടോ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. പിന്നെ അവരെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് അവർക്കൊപ്പം ചെന്നിരുന്നത്. ഏട്ടത്തി, വെളുപ്പിന് പുറപ്പെടണം. തിരുവല്ലം ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്രയുണ്ട്. ഒരു മൂളലിൽ ദേവി തൻ്റെ മറുപടി ഒതുക്കി. വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഇറങ്ങി വരുമ്പോഴേക്കും അവളെയും കാത്ത് എല്ലാവരും ഇരിപ്പുണ്ട്. സിദ്ധുവേട്ടനും സച്ചുവും അച്ഛനും ഉൾപ്പെടെ എല്ലാവരും. അച്ഛനെ അന്നേരം അവൾ അവിടെ പ്രതീക്ഷിച്ചതേയില്ല. നീ ഇന്നലെ വന്ന നേരം മുതൽ അമ്മാവന് ആകെ ഒരു വെപ്രാളം. പിന്നെ രാത്രിയിൽ ഞങ്ങളിങ്ങി വീട്ടിലേക്ക് പോന്നു. അമ്മയെ അമ്മായിയുടെ അടുത്ത് ആക്കി അമ്മാവനെയും കൊണ്ട് രാവിലെ ഇങ്ങി പോന്നു. 2 കാറിലായാണ് എല്ലാവരും പുറപ്പെട്ടത്. തിരുവല്ലത്തേക്കുള്ള യാത്രയിൽ ദേവനും മോനും ഒപ്പമുള്ള ഓർമ്മകളെ കൂട്ടുപിടിച്ചു. ഇടയ്ക്ക് ചിരിച്ചും ഇടയ്ക്കൊക്കെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയും ആ യാത്ര ചെന്ന് അവസാനിച്ചത് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിലായിരുന്നു. ആത്മാക്കൾക്ക് ബലിതർപ്പണം നൽകി മോക്ഷപ്രാപ്തി നൽകുന്ന അവിടേക്ക്. അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ കണ്ടു ബലിത്തറയിൽ ഈറനണിഞ്ഞ് അരയിൽ വെള്ള തോർത്തുമുണ്ട് ചുറ്റിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ. ക്ഷേത്രമുറ്റത്ത് കർമ്മിയുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തു നിൽക്കുന്നു. മുറ്റത്തെ കരിങ്കൽ പാളിയിൽ പാകിയ ബലിമണ്ഡപത്തിൽ അവരെല്ലാവരും തെക്കോട്ട് തിരിഞ്ഞിരുന്നു. നാക്കിലെ വെച്ച് മോതിര വിരലിൽ ദർഭപ്പുല്ല് ഉപയോഗിച്ചുള്ള പവിത്രമണിഞ്ഞ് പിതൃപരമ്പരകളെ സങ്കല്പിച്ചു. അവർക്ക് അരിയും എള്ളും വെള്ളവും പുഷ്പവും ചന്ദനവും ഭസ്മവും ചേർത്ത് സമർപ്പിച്ചു. പ്രാർത്ഥനയിൽ മുഴുകിയ കണ്ണുകൾ ഇടയ്ക്കിടെ മറഞ്ഞുപോയ ഉറ്റവരെ ഓർത്ത് നനവാർന്നു. ദേവിയുടെ അവസ്ഥ അതുതന്നെയായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഈറൻ മാറി വരുമ്പോൾ ബലിത്തറയിലേക്ക് അവൾ ഒരിക്കൽ കൂടി നോക്കി. അവിടെ ഇരിക്കുന്ന ഒരാളിൽ കണ്ണുകൾ ഉടക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ചിത്ര. ഉത്രനാൾ. ഒരു ക്ഷേത്രബലി. ഹരി, അത് JK അല്ലേ? ദേവേട്ടൻ്റെ. ആരാ ചിത്ര? അത് ജയേട്ടൻ്റെ വൈഫാണ് ഏട്ടത്തി. പ്രസവത്തോട് ചേച്ചി മരിച്ചുപോയി. അപ്പോൾ കുഞ്ഞോ? അവളുണ്ട്. ജയേട്ടന് കൂട്ടായി. ജയകൃഷ്ണൻ എഴുന്നേറ്റ് ബലിച്ചോറുമായി ബലിക്കല്ലിനടുത്തേക്ക് നടക്കുമ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്നവളെ. അവളുടെ കണ്ണിലെ വേദന